തീർച്ചയായും ഈ സമ്മേളന കാലത്ത് ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാന വിമർശനം സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംസാരിച്ചു. ആലപ്പുഴയിലെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇതിൽ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ പത്തനംതിട്ടയിലെ പ്രതിനിധിയാണ് അതിരൂക്ഷമായ വിമർശനം. ഒരുപക്ഷെ വിഭാഗീയത കാലത്താണ് ഇങ്ങനെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒറ്റതിരിഞ്ഞുള്ള വിമർശനം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇതിപ്പോൾ അങ്ങനെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. MP ഗോവിന്ദന് നേരെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഈ മെറിറ്റും മൂല്യവും ഒക്കെ നോക്കുന്ന നേതാവാണ്. പക്ഷേ ഈ കാര്യങ്ങൾ വരുമ്പോൾ, അതായത് സർക്കാരിൻ്റെ പദവികളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൻ്റെ സെൻറ്ററിൽ പോലും കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധി, അങ്ങനെ ഈ കാര്യത്തിൽ മാത്രം സംസ്ഥാന സെക്രട്ടറി കൃത്യത പാലിക്കുന്നില്ല, അല്ലെങ്കിൽ മൂല്യവും മെറിറ്റും നോക്കുന്നില്ല എന്ന വിമർശനമാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി ഉയർത്തിയത്. ഇതേ പ്രതിനിധിയിൽ തന്നെയാണ് ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നത്. അതായത് ആശാസമരം സർക്കാരിനെതിരെ ഇങ്ങനെ വലിയ തോതിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സർക്കാർ ചെയ്യും, പല നല്ല കാര്യങ്ങൾ ചെയ്യും, അതിനിടയിൽ നഞ്ച് കലക്കം പോലെയാണ് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ PSC ചെയർമാൻ്റേതടക്കമുള്ള ശമ്പള പരിഷ്കാരം ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം തന്നെ വലിയ അവമതിപ്പുണ്ടാക്കി. മാത്രമല്ല, ഇതിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രശ്നം, ഈ ആശാസമരത്തിന് പിന്നാലെ ഇനിയിപ്പോൾ അംഗൻവാടി അടക്കമുള്ള തൊഴിലാളികളുടെ അവരുടെ ക്ഷേമനിധി അടക്കം കുടിശ്ശികയാണ്. ഇത്തരം ആളുകളെ യോജിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കും. അതെല്ലാം തന്നെ സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് അടിസ്ഥാന വർഗത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകരുത് എന്ന കാര്യം ഈ ആലപ്പുഴയിൽ നിന്നുള്ള ചിത്തരഞ്ജനാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സംസ്ഥാനത്താകെ ഉണ്ടായി. ആലപ്പുഴയിലെ തിരിച്ചടിക്ക് കാരണമായി വന്നത് കയർ തൊഴിലാളികളെ മറന്നതാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികൾ അല്ലെങ്കിൽ വൻ പദ്ധതികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഈ അടിസ്ഥാന മേഖലയിലുള്ള സാധാരണ തൊഴിലാളികളെ മറന്നുള്ള പ്രവൃത്തികൾ പാടില്ല എന്ന് ചിത്തരഞ്ജൻ തന്നെ സമ്മേളനത്തിൽ വിമർശനവുമായി ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇതിൽ വന്നത്, മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വിവിധങ്ങളായ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളുണ്ട്. അത് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ചർച്ചയ്ക്ക് വരും. എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ളത്, മുഖ്യമന്ത്രിയെ ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ വരുമ്പോൾ, ഒറ്റതിരിഞ്ഞ് അക്രമം നടക്കുമ്പോൾ ഒറ്റക്കെട്ടായി ചെറുക്കാൻ മന്ത്രിമാർ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി പലപ്പോഴും ഇത്തരം വിമർശനങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയുണ്ട് എന്ന കാര്യം കൂടി ഈ ചർച്ചയുടെ ഭാഗമായി വന്നു. ഇത്തരത്തിൽ വിവിധങ്ങളായ വിമർശനങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ ഉയർന്നു വന്നത്.